ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള വാർത്തകൾ പരക്കുകയാണ്. അല്ല, പറക്കുകയാണ്. ഒരുപാട് വാർത്തകളാണ് ഓൺലൈനിൽ തിങ്ങുന്നത്. മാർപ്പാപ്പ പണ്ടേ തന്നെ മരിച്ചു കഴിഞ്ഞെന്നും വത്തിക്കാൻ വാർത്ത പുറത്തുവിടാത്തതാണെന്നും മൃതസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടേ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ എന്നുവരെ വാർത്തകൾ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ കാര്യത്തിൽ വത്തിക്കാൻ നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം എന്താണ്? ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? മാർപ്പാപ്പ നന്നായി രാത്രിയിൽ ഉറങ്ങിയെന്നും രാവിലെ ആംചെയറിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് സന്തോഷത്തോടെ കഴിച്ചുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, അതായത് അദ്ദേഹത്തിന് അല്പം പുരോഗതിയുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം കിട്ടുന്നതിൽ സന്തോഷിക്കാം. മാർപ്പാപ്പ വെന്റിലേറ്ററിലാണോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്. വത്തിക്കാൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം മാർപ്പാപ്പ ഇതുവരെ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വയം ശ്വസിക്കാനുള്ള കഴിവ് മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ ഉണ്ട്. വീൽചെയറിൽ മുറിയിലൂടെ മൂവ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. 19-ാം തീയതി അദ്ദേഹത്തെ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജ മെലോനിയുടെ വാക്കുകൾ, മെലോനി നൽകിയ അപ്ഡേറ്റുകൾ വളരെ ശ്രദ്ധേയമാണ്. മാർപ്പാപ്പയെ നേരിൽ കണ്ടു മടങ്ങിയ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് മാർപ്പാപ്പയ്ക്ക് ഇപ്പോഴും ഹ്യൂമർ സെൻസ് ഒട്ടും കൈമോശം വന്നിട്ടില്ല എന്നാണ്. താൻ ഇന്നാണോ നാളെയാണോ മരിക്കുന്നത് എന്നതിനെപ്പറ്റി ഇറ്റാലിയൻ പത്രങ്ങൾ വലിയ വാതുവെപ്പിലാണല്ലോ എന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ചു എന്നാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. തന്റെ മരണാനന്തര ശുശ്രൂഷകൾ വളരെ ലളിതമാക്കുവാൻ മുമ്പ് തന്നെ എഴുതി വെച്ച മാർപ്പാപ്പ മരണത്തെ ചിരിയോടെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട. തന്നെയുമല്ല, അദ്ദേഹം അസീസിയുടെ പിൻഗാമിയാണ്. മരണമേ വായോ എന്ന് മാടി വിളിച്ച്, മരണമേ സഹോദരി വന്നെന്നെ പുൽകിയാട്ടെ എന്ന് മരണത്തെ ക്ഷണിച്ച് ആനന്ദത്തോടെ മരണം പുൽകിയ ഫ്രാൻസിസ് അസീസിയുടെ പിൻതലമുറക്കാരൻ. വന്യപിതാവിന് സമയത്തിൻ്റെ തികവിൽ അതെപ്പോഴാണെങ്കിലും പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ.